Amma, my last video we were talking about Mahabharata stories. So I have one question for you. Who is your most favorite character of Mahabharata? നമുക്ക് ഇനിയിപ്പം ഫേവറിറ്റ് ക്യാരക്ടർ ഇഷ്ട കഥാപാത്രം എന്ന് പറഞ്ഞു. അപ്പോൾ ഇഷ്ട കഥാപാത്രത്തെക്കുറിച്ച് അതിനു മുമ്പ് ഒരു കാര്യം, കുറേ കുട്ടികളും അതുപോലെ മുതിർന്നവരും ഈ മഹാഭാരത കഥാകഥനം മലയാളത്തിലാക്കിക്കൂടേ എന്നൊരു അഭിപ്രായം എന്നോട് ചോദിക്കുകയുണ്ട്. അതനുസരിച്ച് ഞാൻ മലയാളത്തിൽ പറയാൻ തുടങ്ങുകയാണ്. ഡെഫിനറ്റ്ലി. മഹാഭാരതം വ്യാസൻ രചിച്ച ഒരു ബൃഹത് ഗ്രന്ഥമാണ്. അതിൽ 10 100 അല്ല, ആയിരക്കണക്കിനുള്ള കഥാപാത്രങ്ങൾ. ധൃതരാഷ്ട്രക്ക് തന്നെ 100 പുത്രന്മാരും ഒരു പുത്രിയും ഉണ്ടായിരുന്നു. അതിലൊരു കഥാപാത്രത്തെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വിഷമമാണ്. എങ്കിലും എനിക്ക് തോന്നുന്നത് ഈ മഹാഭാരത കഥകളിൽ മുഴുവനായിട്ട് തലയെടുപ്പോടെ നിൽക്കുന്നൊരു കഥാപാത്രം ഭീഷ്മരാണ്. ഭീഷ്മ പിതാമഹർ എന്നാണ് അദ്ദേഹം തൊട്ട് അറിയപ്പെടുന്നത്. ഈ ഭീഷ്മർ ആരാണെന്ന് എന്താണെന്നൊക്കെ തുടങ്ങി വെച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ശന്തനു മഹാരാജാവിൻ്റെ പുത്രനായിരുന്നു ഭീഷ്മർ. ഭീഷ്മർ അഷ്ടവസുക്കളിൽ ഒരാൾക്ക് ജീവന് ശാപം കിട്ടിയിട്ടാണ് ഭൂമിയിൽ ജന്മമെടുത്തത്. അത് ഗംഗാദേവിയുടെ പുത്രനായിട്ട്. ഭീഷ്മർ എന്തുകൊണ്ടാണ് ഇത്രയധികം അറിയപ്പെടാനും ഇഷ്ടകഥാപാത്രമാകാനും കാരണമെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കൈ നീട്ടിയാൽ എത്തിപ്പിടിക്കാവുന്ന പലതും മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ച ഒരാളാണ്. നമ്മൾ അങ്ങനത്തെ ആൾക്കാർ, അതായത് കൈ നീട്ടിയാലോ കയ്യെത്തി പിടിച്ചാലോ കിട്ടാവുന്ന സാമ്രാജ്യങ്ങൾ വേണ്ടാന്ന് വെക്കുന്ന ആളെ നമ്മൾ പലപ്പോഴും ചരിത്രത്തിൽ മൂഢന്മാരെന്നാണ് വിശേഷിപ്പിക്കാറ്. ഭീഷ്മർ മൂഢനായിരുന്നു എന്തോ നമുക്ക് കഥ നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഭീഷ്മർ മൂഢനായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ഭീഷ്മ പിതാമഹൻ എന്ന് കാലചരിത്രം വിശേഷിപ്പിക്കുകയില്ലായിരുന്നു. അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ജന്മം തന്നെ വളരെ വിശേഷപ്പെട്ടതാണ്. ജനിച്ച ഉടനെ മാതാവ് ഗംഗാദേവി ഈ പുത്രനെയും എടുത്ത് മറഞ്ഞു. പിന്നെ അസ്ത്രശസ്ത്രങ്ങളും ശാസ്ത്രങ്ങളും പഠിപ്പിച്ച ശേഷമാണ് വീണ്ടും പിതാവായ ശന്തനുവിൻ്റെ അടുത്ത് കൊണ്ടാക്കുന്നത്. ഈ പുത്രനെ ലഭിച്ച സമയത്ത് ശന്തനു വളരെയധികം സന്തോഷവാനായിരുന്നു. കാരണം എല്ലാം തികഞ്ഞൊരു പുത്രനെ തനിക്ക് തിരിച്ചു കിട്ടിയിരിക്കണം. ആദ്യം 7 പുത്രന്മാരെ ഗംഗാദേവി കൊണ്ടുപോയിട്ട് ഗംഗയിൽ ഒഴുക്കി കളഞ്ഞിട്ട് അവസാനം ഈ പുത്രനെ കിട്ടിയതിലും ശന്തനു വളരെയധികം തൃപ്തനായിരുന്നു. കാരണം ഈ രാജ്യം ഭരിക്കാൻ ഒരു അവകാശം ഉണ്ടായിരിക്കുകയാണ്. അതാണ് രാജാവിന് വേണ്ടത്. രാജ്യം അനാഥമായി പോവാതിരിക്കാൻ വേണ്ടി ഒരു പുത്രൻ ഒരവകാശി ഉണ്ടാവുക എന്നല്ല. അപ്പോൾ അതിലെല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും മതിയായ ഒരു പുത്രനെ കിട്ടിയതിൽ ശന്തനു വളരെ തൃപ്തനായിരുന്നു. ശന്തനു ഈ ഗാംഗേയനെ യുവരാജാവായി അഭിഷേകം ചെയ്തു. ആ അവസരത്തിലാണ് ശന്തനു സത്യവതിയെ കാണുന്നത്. സത്യവതിയെ കണ്ട ശന്തനു സത്യവതി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. സത്യവതിയുടെ പിതാവിനെ സമീപിച്ചു. അദ്ദേഹം ആവശ്യപ്പെട്ടത് തൻ്റെ പൗത്രന്മാർക്ക്, അതായത് സത്യവതി പ്രസവിക്കുന്ന കുട്ടികൾക്ക് രാജ്യാവകാശം ലഭിക്കണമെന്നുള്ളതാണ്. പക്ഷെ ശന്തനു ഒരിക്കലും അത് സമ്മതിക്കുമായിരുന്നില്ല. കാരണം അദ്ദേഹം ഓൾറെഡി ഈ ഭീഷ്മരെ, അതായത് ഗാംഗേയനെ തൻ്റെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്തതുകൊണ്ട് ശന്തനു നിരാശനായിട്ട് മടങ്ങി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഗാംഗേയൻ ഈ കാര്യം മനസ്സിലായി. ഇങ്ങനൊരു സംഭവമുണ്ട്, അച്ഛന് സത്യവതിനെ വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പം ഗാംഗേയൻ നേരിട്ട് പോയിട്ട് ആവശ്യപ്പെട്ടു ശന്തനോട്, സത്യവതിയുടെ പിതാവിനോട്. അദ്ദേഹം വീണ്ടും ഇതേ കണ്ടീഷൻ, ഇതേ നിബന്ധന വെച്ചു. സത്യവതിക്ക് ഉണ്ടാകുന്ന പുത്രന്മാരയക്കണം, രാജ്യാവകാശത്തിന് അർഹനുള്ളത്. പക്ഷേ ഭീഷ്മർ അതുടനെ ഗാംഗേയൻ അതുടനെ സമ്മതിച്ചു. ഗാംഗേയൻ സംശയലേശമെന്നി സത്യവതിയുടെ പിതാവിൻ്റെ നിബന്ധന ശരിവെച്ചു. പക്ഷേ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഊർജ്ജസ്വലനായ യുവാവിനെ നോക്കിനിട്ട് അദ്ദേഹത്തിന് വീണ്ടും ഒരു സംശയം വന്നു. ഒരു പക്ഷേ ഈ ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ച് അതിൽ മക്കളുണ്ടാവുകയാണെങ്കിൽ
അവർ തീർച്ചയായും രാജ്യാവകാശം ചോദിച്ചേക്കും. താൻ ഉദ്ദേശിച്ച പോലെ തൻ്റെ പൗത്രൻ രാജ്യം ഭരിക്കില്ല. അത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് വീണ്ടും അങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചു. ആ നിമിഷം തന്നെ ഗാംഗേയൻ 8 ദിക്കുകളിൽ സാക്ഷി നിർത്തി ഒരു പ്രതിജ്ഞ എടുത്തു. അതിതായിരുന്നു: ഞാൻ നിത്യബ്രഹ്മചാരിയായി ജീവിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ ഉടനെ, ആ പ്രതിജ്ഞ അദ്ദേഹം പറഞ്ഞ ഉടനെ ദേവലോകത്ത് നിന്ന് ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. ഭീഷ്മർ 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 എന്ന് 3 തവണ പറഞ്ഞു. സാധാരണ മനുഷ്യർക്ക് സാധിക്കാത്ത ഭയാനകമായ ഒരു പ്രതിജ്ഞ പറയുകയും അത് ജീവിതാവസാനം വരെ പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെയാണ് ഭീഷ്മർ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് ഈ ഗാംഗേയൻ, അല്ലെങ്കിൽ ഗംഗയുടെ പുത്രൻ, ഗംഗാദേവിയുടെ പുത്രൻ ഭീഷ്മർ എന്ന ചരിത്രത്തിൽ അറിയപ്പെട്ടത്. ഭീഷ്മർ വെറുതെ പറയുക മാത്രമല്ല, ഒരിക്കലും വിവാഹം കഴിക്കാതെ ആ ബ്രഹ്മചര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവാവസാനം വരെ നിന്നു. കൂട്ടത്തിൽ അദ്ദേഹത്തിന് ശന്തനു മറ്റൊരു വരം കൊടുത്തു. ഈ തനിക്ക് വേണ്ടി ഇത്ര വലിയ ത്യാഗം ചെയ്ത പുത്രനും അദ്ദേഹം സ്വേച്ഛാവൃത്തി എന്നൊരു വരം കൊടുത്തു. എന്ന് വെച്ചാൽ, എപ്പോഴാണോ ഈ ഭീഷ്മർ മരിക്കാൻ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ മാത്രമേ മരണം അദ്ദേഹത്തെ സമീപിക്കുകയുള്ളൂ. അതുവരെ അദ്ദേഹം മരിക്കുകയില്ല എന്നുള്ളത്. അങ്ങനെ ഭീഷ്മർ ശത്രുവിൻ്റെ 2 സത്യവതിയിലുണ്ടായ 2 പുത്രന്മാർ ചിത്രാംഗതനും വിചിത്രവീര്യനും. ചിത്രാംഗതൻ അതേ പേരുള്ള, ചിത്രാംഗതൻ എന്ന തന്നെ പേരുള്ള ഒരു ഗന്ധർവനുമായി യുദ്ധം ചെയ്ത് 3 ദിവസത്തെ പൊരിഞ്ഞ യുദ്ധം, അതും ഇതേപോലെ കുരുക്ഷേത്രത്തിൽ വെച്ച് യുദ്ധം ചെയ്ത് അവർ രണ്ടുപേരും ആ യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. പിന്നെയുള്ളത് വിചിത്രവീര്യനാണ്. വിചിത്രവീര്യന് വേണ്ടി ഭീഷ്മർ കാശി രാജാവിൻ്റെ 3 പുത്രിമാരെ, അംബ, അംബിക, അംബാലിക, ഇവരെ 3 പേരെയും കൊണ്ടുവന്നു വിചിത്രവീര്യന് വിവാഹം കഴിക്കാൻ വേണ്ടി. പക്ഷേ അംബ ഇവിടെ എത്തിയ ഉടനെ, ഈ രാജ്യത്ത് ഹസ്തിനാപുരിയിൽ എത്തിയ ഉടനെ താൻ സാൽവരാജാവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭീഷ്മർ അവളെ വിട്ടയച്ചു. പിന്നെ അംബികയും അംബാലികയും വിചിത്രവീര്യൻ്റെ ഭാര്യമാരായി കൊട്ടാരത്തിൽ ജീവിച്ചു വന്നു. 7 കൊല്ലത്തെ രാജ്യഭരണം മുഴുവനും ഭീഷ്മരാണ് പിന്നിൽ നിന്ന് നിയന്ത്രിച്ചത്. രാജ്യഭരണം നിയന്ത്രിച്ചത് ഭീഷ്മരായിരുന്നു. പക്ഷെ വിചിത്രവീര്യനാണ് പേരിൻ്റെ രാജാവ്. ആ സമയത്ത് 7 വർഷം കഴിഞ്ഞപ്പോൾ വിചിത്രവീര്യൻ രോഗം ബാധിച്ച്, ക്ഷയരോഗം ബാധിച്ച് മരിച്ചു. ആ സമയത്ത് സത്യവതി വളരെയധികം ദുഃഖിതയായി. തൻ്റെ പിതാവ് ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ തന്നെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ പല പല നിബന്ധനകളും വെച്ചത്, അതൊന്നും നടക്കാൻ പോകുന്നില്ല. ആരോടാണോ താൻ ഭീഷ്മപ്രതിജ്ഞ ചെയ്തത് ആ മനുഷ്യൻ ഇഹലോകവാസം വിടുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണോ ആ പ്രതിജ്ഞ ചെയ്തത് അവരും മരിച്ചുപോയി. ആ അവസരത്തിൽ ഭീഷ്മർക്ക് വേണമെങ്കിൽ അംബികയും അംബാലികയും സ്വീകരിച്ച് രാജ്യഭരണം ഏറ്റെടുക്കാമായിരുന്നു. ആരും കാണുന്നില്ലെന്നും ആരും ചോദ്യം ചെയ്യാനില്ലെന്നും വിചാരിച്ച് സത്യഭംഗം നടത്തുന്നത് മനുഷ്യന്മാർക്ക്, മഹാന്മാർക്ക് ചേരുന്ന പ്രവൃത്തിയല്ല. അതുകൊണ്ട് തന്നെ ഭീഷ്മർ ആ കാര്യത്തിലൊന്നും ചിന്തിച്ചില്ല. സത്യവതി പലപ്പോഴും നിർബന്ധിച്ചു, അംബികയും അംബാലികയും പരിഗ്രഹിച്ചു പുത്രരെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി. പക്ഷെ അതൊന്നും ഭീഷ്മർ ചീടിക്കൊണ്ടില്ല. രാജ്യം അനാഥമാകുന്നത് വിചാരിച്ച് വളരെയധികം ദുഃഖിതയായ സത്യവതി പിന്നെ ചെയ്തത് വേദവ്യാസനെ വിളിച്ചു വരുത്തുകയാണ്. വേദവ്യാസനോട് ഈ 2 രാജകുമാരിമാരിലും പുത്രരെ ഉൽപ്പാദിപ്പിക്കാൻ സത്യവതി നിർബന്ധിച്ചു. അങ്ങനെ അംബികയിൽ ധൃതരാഷ്ട്രരും അംബാലികയിൽ പാണ്ഡവും പൂജാതരായി. ധൃതരാഷ്ട്രർ ജന്മനാ അന്ധനായിരുന്നു. പാണ്ഡുവാണെങ്കിൽ പാണ്ഡുരോഗത്തോടെയാണ് ജനിച്ചത്. അപ്പോഴും സത്യവതിയുടെ ദുഃഖം പരമാവധി തീർന്നൊന്നുമില്ല. പക്ഷേ 2 പേര് ഉണ്ടല്ലോ വീണ്ടും രാജ്യാവകാശികളായിട്ട് എന്ന സമാധാനമുണ്ടായിരുന്നു. പക്ഷേ ഈ ധൃതരാഷ്ട്രർ അന്ധനായതിന് പുറമെ സ്വഭാവത്തിലും അന്ധത ആദ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. ധൃതരാഷ്ട്രക്കെന്നും രാജ്യാവകാശം, കിരീടം തലയിൽ വെക്കണമെന്നും സിംഹാസനത്തിൽ ഇരിക്കണമെന്നതും
ഒരു വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ അന്ധനായ ഒരാൾക്ക് രാജ്യഭരണം കൊടുക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് പാണ്ഡുവാണ് രാജ്യം ഭരിച്ചത്. അപ്പോഴും ഭീഷ്മർ എല്ലാ തരത്തിലും എല്ലാത്തിൻ്റെയും പിന്നിൽ ഭീഷ്മരുണ്ടായിരുന്നു. ധൃതരാഷ്ട്രക്ക് വേണ്ടിയിട്ട് ഗാന്ധാരിയെ കൊണ്ടുവന്നതും പാണ്ഡുവിന് വേണ്ടി മാദ്രിയെ ആലോചിച്ചതും ഒക്കെ ഭീഷ്മരാണ് ചെയ്തത്. ഈ ഗാന്ധാരി ഹസ്തിനപുരിയിൽ വന്നപ്പോഴാണ് ധൃതരാഷ്ട്രക്ക് തൻ്റെ ആര്യപുത്രന് കണ്ണ് കാണില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ആര്യപുത്രൻ്റെ ദുരവസ്ഥ മനസ്സിലാക്കിയ ഗാന്ധാരി താനും തൻ്റെ ഭർത്താവിന് ലഭിക്കാത്ത ആനുകൂല്യങ്ങളൊന്നും തനിക്ക് വേണ്ട എന്ന് വിശ്വസിച്ച് താനും കണ്ണ് കെട്ടിയാണ് ജീവിച്ചത്. അത് ഇനി എന്തിൻ്റെ പേരിലായാലും, പാതിവൃത്യത്തിൻ്റെ പേരിലായാലും മറ്റെന്തിൻ്റെ പേരിലായാലും അത് കാരണമാണ് ഗാന്ധാരിയുടെ 100 പുത്രന്മാരും വഴിതെറ്റിപ്പോയത് എന്നാണ് ചരിത്രം പറയുന്നത്. അതേ സമയത്ത് കുന്തിയിലും മാദ്രിയിലും പാണ്ഡുവിനുണ്ടായ 5 പുത്രന്മാരും സത്യസന്ധരും ധർമ്മിഷ്ഠരുമായിരുന്നു. മുത്തവനായ യുധിഷ്ഠിരൻ ധർമ്മപുത്രൻ തന്നെയായിരുന്നുവല്ലോ. ഏതായാലും വളരെ ചെറിയ പ്രായം തുടങ്ങി ഈ ദുര്യോധനാദികൾ, അതായത് ധൃതരാഷ്ട്രൻ്റെ പുത്രന്മാരും പാണ്ഡുവിൻ്റെ പുത്രന്മാരും പഞ്ചപാണ്ഡവരും വളരെയധികം ശത്രുതയിലാണ് കഴിഞ്ഞത്. ധൃതരാഷ്ട്രർ ഉദ്ദേശിക്കുന്നത് തനിക്ക് കിട്ടാത്ത രാജ്യം തൻ്റെ പുത്രർക്ക് കിട്ടണമെങ്കിൽ അതിൽ ഒരാളായിരിക്കണം മൂത്തത്. ഈ പാണ്ഡവരെക്കാളും മൂത്തത് തൻ്റെ പുത്രനായിരിക്കണം, അങ്ങനെ ആയിരിക്കും എന്നാണ് ധൃതരാഷ്ട്രർ വിശ്വസിച്ചത്. പക്ഷേ കൗരവരെക്കാളും മൂത്തത് യുധിഷ്ഠിരനായിരുന്നു. അങ്ങനെ അവിടെയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഫലിച്ചില്ല. ഏതായാലും വളരെ ചെറിയ പ്രായം തുടങ്ങി ഈ നൂറ്റവരും കൗരവരും പാണ്ഡവരും തമ്മിൽ വളരെയധികം ശത്രുത നിലനിന്നു. ദുര്യോധനൻ ഭീമനെ, അതുപോലെ തന്നെ ഭീമനായതിൻ്റെ കൂട്ടത്തിൽ ശക്തനും ഇരവനും ഭീമനെയും മറ്റുള്ളവരെയും എങ്ങനെയൊക്കെ ദ്രോഹിക്കാം, എങ്ങനെയൊക്കെ നശിപ്പിക്കാം എന്ന് നോക്കി നടന്ന ഒരു കുട്ടിയായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ ഒന്നിച്ച് കളിക്കുമ്പോൾ വിഷം പുരട്ടിയ മധുര പലഹാരം കൊടുത്ത് ഭീമന് കൊടുത്ത ഭീമൻ വിഷം ഏറ്റ് കിടക്കുന്ന സമയത്ത് പിടിച്ച് കെട്ടി ഗംഗയിലേക്ക് തള്ളുകയുണ്ടായി. ഗംഗയിൽ ഭീമൻ പോയി വീണ സ്ഥലം നേരെ നാഗലോകത്തേക്ക് പോകുന്നതായിരുന്നു. നാഗലോകത്തെത്തിയ ഭീമനെ അവിടെയുള്ള നാഗത്താന്മാർ ഒരുപാട് കടിക്കുകയും ദ്രോഹിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അത് ഈ തൻ്റെ ദേഹത്തേറ്റ വിഷത്തിനൊരു പ്രതിപ്രവർത്തനമായിട്ട് നിലനിന്നു. മാത്രമല്ല രാജാവ് വാസുകി ഭീമനെ കൂട്ടിക്കൊണ്ടുപോയി അമൃത് കഴിപ്പിച്ചു. ആ അമൃത് കഴിച്ചത് കാരണം 10,000 ആനകളുടെ ശക്തിയാണ് ഭീമൻ അന്ന് ലഭിച്ചത്. അത് പിന്നീട് മഹാഭാരത യുദ്ധത്തിൽ ഭീമന് വളരെയധികം സഹായകമായി തീർന്നു. ഈ ഇവരുടെയൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഭീഷ്മരാണ് എല്ലാ തരത്തിലും ശ്രമിച്ചത്. ദ്രോണരെ കൊണ്ട് ഈ കുട്ടികളെ അസ്ത്രശസ്ത്രങ്ങളും അതേപോലെ കൃപാചാര്യരെ ശാസ്ത്രാഭ്യാസവും ഒക്കെ നടത്തിച്ചത് ഭീഷ്മരായിരുന്നു. ആ സമയത്ത് ഒരു ദിവസം ഇവരുടെ ശസ്ത്രാഭ്യാസം നടന്ന് എല്ലാം അഭ്യസിച്ചതിന് ശേഷം ഈ വിദ്യകളൊക്കെ പ്രദർശിപ്പിക്കാൻ വേണ്ടി രാജാവ് തീരുമാനിച്ച് എല്ലാവരെയും പൊതുജനങ്ങളെയും ഒക്കെ വിളിച്ചു വരുത്തി ഈ ഇത് നടത്തിയ സമയത്ത് അർജുനനും അതേപോലെ ദുര്യോധന പക്ഷത്തുള്ളവരും പലതരത്തിലുള്ള ശസ്ത്രാസ്ത്രങ്ങളാണ് അഭ്യസം അവിടെ നടത്തിയത്. അതിൽ അർജുനൻ എല്ലാ അസ്ത്രങ്ങളും പ്രദർശിപ്പിച്ചു. കാണികളെയൊക്കെ കയ്യിലെടുത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കർണൻ ആ രംഗത്തേക്ക് കയറി വന്നു. കർണൻ ഇതുപോലെയുള്ള വിദ്യകളൊക്കെ തനിക്കും കാണിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് പ്രദർശിപ്പിക്കാൻ തുടങ്ങി. ആ സമയത്ത് രാജകുമാരന്മാർക്ക് മാത്രമേ അവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അവകാശമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ദുര്യോധനൻ ആ നിമിഷം തന്നെ കർണനെ അംഗരാജാവായി അഭിഷേകം ചെയ്തു. അത് ഭീമനൊന്നും അത് വളരെയധികം ഇഷ്ടപ്പെട്ടില്ല. കാരണം കർണനെ ഒരു സൂതപുത്രനായിട്ടാണ് നമ്മൾ കണക്കാക്കിയിട്ട്. കർണൻ അങ്ങനെയാണ് അറിയപ്പെട്ടിട്ടുള്ളത്, സൂതപുത്രനായിട്ട്. പാണ്ഡവരോട് മത്സരിക്കാൻ വേണ്ടി കർണനെ വിലക്കെടുക്കുകയായിരുന്നു ദുര്യോധനൻ ശരിക്കും അപ്പോൾ ചെയ്തത്.
എത്രയൊക്കെ സമാധാനിപ്പിക്കാൻ ഭീഷ്മർ ശ്രമിച്ചിട്ടും ദുര്യോധനൻ പാണ്ഡവർക്ക് അവകാശപ്പെട്ട പാതി രാജ്യമെങ്കിലും കൊടുക്കില്ലല്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. പിന്നെ ഒരു യുദ്ധം അവിടെ അനിവാര്യമായി തീർന്നു. യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ ദുര്യോധനൻ്റെ വിശ്വാസം ഭീഷ്മർ സർവ്വസൈന്യാധിപനായിരിക്കുമ്പോൾ തനിക്ക് വിജയം കൈവരുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഭീഷ്മർ ഒരു നിബന്ധന വെച്ചിരുന്നു. താൻ പഞ്ചപാണ്ഡവരെ ആരെയും വധിക്കില്ല, മാത്രമല്ല ഒരു സ്ത്രീയോട് താൻ യുദ്ധം ചെയ്യുകയുമില്ല. അങ്ങനെയാണ് ഭീഷ്മ സർവ്വസൈന്യാധിപനായിരിക്കെ തന്നെ അർജുനൻ അമ്പെയ്ത് ഭീഷ്മരെ രഥത്തിൽ നിന്ന് താഴെ വീഴ്ത്തിയത്, മുൻപിൽ ശിഖണ്ഡിയെ നിർത്തിക്കൊണ്ട്. അങ്ങനെയാണ് ഭീഷ്മരുടെ പതനം സംഭവിക്കുന്നത്. ഭീഷ്മർക്ക് ചേച്ചാമൃത്യു എന്ന വരം ലഭിച്ചതുകൊണ്ട് ഭീഷ്മർ കുരുക്ഷേത്രത്തിൽ തന്നെ ശരശയ്യയിൽ കിടന്നു. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളും മരണത്തിൻ്റെ മധുരവും ഓർത്തുകൊണ്ടാണ് ഭീഷ്മർ അവിടെ കിടന്നത്. അതും ഉത്തരായണൻ വരാൻ വേണ്ടി. ഉത്തരായണ കാലത്ത് മരിച്ച മുക്തി ലഭിക്കുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ കിടന്നത്. അതിനിടയിൽ ഭീഷ്മർ യുധിഷ്ഠിരൻ്റെ എല്ലാ കാര്യങ്ങളും ഉപദേശിക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് ഈ വിഷ്ണു സഹസ്രനാമം ഉപദേശിക്കുന്നത്. രാജധർമ്മത്തെക്കുറിച്ചും പല കാര്യങ്ങളെക്കുറിച്ചും ഭാവധർമ്മത്തെക്കുറിച്ചും എല്ലാം തന്നെ യുധിഷ്ഠിരനെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ശ്രീകൃഷ്ണനെ നോക്കി നോക്കി അദ്ദേഹം സ്വേച്ഛാമുക്തി വരിച്ചു മുക്തി പ്രാപിച്ചു. ഭീഷ്മരുടെ ജീവിതത്തിൽ വളരെയധികം നൂറ്റാണ്ടിലധികം നീണ്ടു കിടക്കുന്ന ഭീഷ്മരുടെ ജീവിതത്തിൽ ഒരു കളങ്കമായി പറയാനുള്ളത് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപമാണ്. ഒരു രാജകുമാരിയെ നിറഞ്ഞ രാജസദസ്സിലേക്ക് തലമുടി പിടിച്ചിഴച്ച് വലിച്ചു കൊണ്ടുവന്ന് വസ്ത്രാക്ഷേപം നടത്തുമ്പോൾ ഒരു ചെറുവിരൽ അടക്കാതിരുന്നത് ഭീഷ്മരുടെ സ്വഭാവത്തിൻ്റെ ഒരു കളങ്കമായി വന്നേക്കാം. അതിലെ ചരിത്രം ഏത് തരത്തിലാണ് വിലയിരുത്തുന്നത് എന്ന് കണ്ട് തന്നെ അറിയണം. ഒരു മനുഷ്യൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, ഒരു രാജവംശത്തിനെ മുഴുവൻ നിയന്ത്രിച്ച് കൊണ്ടുപോവുക, എന്നോ ചെയ്ത ഒരു സത്യത്തിനു വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് മരണം വരെ നിൽക്കുക തുടങ്ങിയതൊക്കെ മനുഷ്യന് സാധ്യമല്ലാത്ത കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരു ക്ലാസിക് കൃതിയിൽ, ഒരു പുരാണത്തിൽ ഇതുപോലെ ഒരു കഥാപാത്രം ഉണ്ടാകുമോ എന്ന് സംശയമാണ്. വ്യാസരുടെ ഈ സൃഷ്ടി ഇതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്നത്.